പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലെ ഉമ്മൻചാണ്ടി സാറിന്റെ 2ാം ചരമവാർഷിക ദിനമായിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് പുതുപ്പള്ളി പള്ളിയിൽ വന്നത്. അപ്പം പള്ളിയും പരിസരവും എല്ലാം കനത്ത സെക്യൂരിറ്റിയിലായിരുന്നു. അപ്പം ഞാൻ രാവിലെ തന്നെ പള്ളിയിലെത്തി. അപ്പം അദ്ദേഹം വന്ന കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുക്കുകയും ചെയ്ത്, അതുപോലെ സ്റ്റേജ് വരെ വരുന്ന വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി പിന്നെ സ്റ്റേജിലൊക്കെ ഒരുപാട് മനോരമ ന്യൂസ്, അതുപോലെ 24 അങ്ങനെയുള്ള വലിയ ചാനലുകാരൊക്കെ വന്ന് അവിടെ ലൈവ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുത്തത്. എങ്കിലും ഞാൻ അവിടുത്തെ ചടങ്ങുകൾ മുഴുവൻ കേൾക്കുകയും പ്രസംഗം കേൾക്കുകയും മറ്റുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണുകയൊക്കെ ഉണ്ടായി. അപ്പം നമ്മുടെ പുതുപ്പള്ളിയിലെ MLA ചാണ്ടി ഉമ്മൻ്റെ ഒരു പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അവിടെ ഒരു മോശമായ ഒരു സംസാരം എനിക്ക് കേൾക്കാനിടയായി. അപ്പം അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ 7 മണി ആയപ്പോഴത്തേന് പുതുപ്പള്ളി പള്ളിയിൽ ചെന്നു. ആ പള്ളിയും പരിസരവും എല്ലാം പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ്. ധാരാളം പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവരൊക്കെ 2 ദിവസമായിട്ട് പള്ളിയുടെ പരിസരങ്ങളിൽ തന്നെയാണ്. അപ്പോൾ അവരവിടെ കാപ്പി കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അകത്തോട്ട് കയറി. അവിടുത്തെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചാണ് ആൾക്കാരെ പരിശോധിക്കുന്നത്. അതിനുശേഷമാണ് അകത്തോട്ട് കടന്നു വിടുന്നത്. എല്ലാവരോടും പാസ് ചോദിക്കുന്നുണ്ട്. നമുക്ക് മീഡിയ പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് കയറിപ്പോയിരുന്നു. അങ്ങനെ അപ്പം രാവിലെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയതേ ഉള്ളൂ. എങ്കിലും കൂടുതൽ ആൾക്കാർ പള്ളിയുടെ മുൻഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലോട്ടാണ് കയറുന്നത്. പള്ളിയുടെ ഈ ഭാഗത്തേക്കൊന്നും അതുപോലെ പാസ് ഉള്ളവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ കിടക്കുന്നവർക്കെല്ലാം എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയൊക്കെ 2 ദിവസമായിട്ടും ആ പരിസരങ്ങളെല്ലാം പോലീസിൻ്റെ സ്ക്വാഡുകാർ വന്ന് ബോംബ് പരിശോധന പോലെ വരെയുള്ള പരിശോധനകളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ മീഡിയക്കാർ, കേരളത്തിലുള്ള മുഴുവൻ മീഡിയകളും ഇവിടെയുണ്ട്. അവർ എല്ലായിടവും പരിശോധിച്ചതിന് ശേഷമാണ് ആൾക്കാരെ അങ്ങോട്ട് കടത്തിവിട്ടത്. അത്രയ്ക്കും സുരക്ഷയിലാണ് ഈ പരിപാടി നടക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ പള്ളിയിലെത്തും. അപ്പം കുമരകത്താണ് അദ്ദേഹം സ്റ്റേ ചെയ്തത്. അവിടുന്ന് 9:30 കൂടി അവിടുന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാത്ത് എല്ലാവരും നിൽക്കുകയാണ്. VIP-കളുടെ ഒരു നീണ്ട നിര തന്നെയാണ് പള്ളിയിൽ വന്നിരിക്കുന്നത്. MP-മാരും MLA-മാരും അടക്കം എല്ലാവരും എത്തിയിട്ടുണ്ട്. അതുപോലെ പള്ളിയുടെ മുൻഭാഗത്ത് ഓഡിറ്റോറിയം നിറഞ്ഞു. അതുപോലെ കല്ലറയിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറെങ്കിൽ ധൂപപ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഭക്ഷണം അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളി ബെസ്റ്റ് ബേക്കറിയാണ് അവിടെ ഭക്ഷണം വിതരണം ചെയ്തത്. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പം രാഹുൽ ഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ്റെ പൂർണ്ണ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റുള്ള VIP-കളെ പോലെയല്ല, ഇദ്ദേഹം ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറങ്ങിച്ചില്ല. അത് കാരണം ഞങ്ങൾക്ക് വലിയ ഇത് റിസ്ക് ആണെന്ന് പറഞ്ഞു. കാരണം കുമരകത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ കുട്ടികളെയൊക്കെ വഴി കണ്ടപ്പോഴത്തേന് അവരോടൊപ്പം ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കുകയും, അതുപോലെ വണ്ടിക്കകത്ത് നിറച്ചും മിഠായികളാണ്, അതെല്ലാം അവർക്ക് വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് വണ്ടി നിർത്തി ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അതുപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ നിങ്ങൾക്കറിയാം, നമുക്ക് പൊതുസമ്മേളനം നടന്ന സമയത്ത് ആരും കാണിക്കാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം കാണിച്ചത്. ഒരു കുട്ടി അവിടെ നിന്നപ്പോഴത്തേന് അതിൻ്റെ ചെരുപ്പ് അവിടെ വെച്ച് കാലേന്ന് ഊരിപ്പോയി. അത് അദ്ദേഹം കുനിഞ്ഞെടുത്ത് ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് മറ്റു ചില ആളുകൾ ചില പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കും. അവരോട് നിങ്ങൾ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. And each politician is some balance of speaking ability, thinking ability. എല്ലാ രാഷ്ട്രീയക്കാരും ആ കുട്ടിയുടെ കാലിൽ കിടന്ന ചെരുപ്പ് അവിടെ വെച്ച് ഊരിപ്പോയി. അന്നേരത്തേന് അദ്ദേഹം അവിടുന്ന് പോയി ചെരുപ്പ് എടുത്ത കുട്ടിയുടെ കാലിൽ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയും കൂടെ ഉണ്ട്. കണ്ടോ? അത് ആൾക്കാർ മുഴുവൻ കൈയടിച്ചൊരു കാര്യമാണ്. ആരും ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ അരികെ വന്ന ആൾക്കാരെ എല്ലാം അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ വീടിൻ്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിന് വന്നവരെല്ലാം നിങ്ങളെ വീഡിയോ കണ്ടു കാണും. എല്ലാവരെയും അദ്ദേഹം ചേർത്ത് പിടിച്ച് നിന്നാണ് ഫോട്ടോ എടുക്കുകയും വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ഡെറ്റോളിട്ട് കൈ കഴുകുന്നൊരു കാലമാണിപ്പോൾ. അതുപോലെ രാവിലെ തന്നെ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം നിറഞ്ഞു. ഇത് കൊടുവരാറിൻ്റെ തീരമാണ്. ഇത് അങ്ങ് വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അങ്ങോട്ടുണ്ട്.
അതുപോലെ സ്കൂളിൻ്റെ ഗ്രൗണ്ടുകളെ, പള്ളിയുടെ മൈതാനങ്ങളെ എല്ലായിടവും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ കാഴ്ചയാണ്. അത്രയ്ക്കും ജനസമുദ്രമായിട്ട് മാറിയിരിക്കുകയാണ് പുതുപ്പള്ളി പള്ളിയുടെ പരിസരങ്ങളെല്ലാം. അപ്പം കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിപ്പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ധാരാളം സെക്യൂരിറ്റി വാഹനങ്ങളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഇവർക്ക് ഇന്ന് ഒരുപാട് ഡ്യൂട്ടിയുണ്ട്. ഇവർ നേരെ തിരുവനന്തപുരമാണ് പോകുന്നത്. ഉദ്യോഗസ്ഥരുമായിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. കാരണം AK ആൻ്റണിയുടെ വീട്ടിലും എല്ലാം പോകുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പം 2 ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് വണ്ടിക്കാർക്ക് തന്നെ വിശ്രമമുള്ളൂ. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ നേരെ തിരുവനന്തപുരമാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ആൾക്കാരുടെ ഇടയിലേക്ക് അങ്ങ് ഇറങ്ങിയാണ്. അതുപോലെ സെക്യൂരിറ്റിക്കാർ തടയാൻ വരുമ്പോൾ തന്നെ അവരോടൊക്കെ കൈ കാണിക്കുന്നുണ്ട്. ഒന്നും പ്രശ്നമില്ല, അവർ കയറി പുറത്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അടുത്തോട്ടെങ്ങും ആരെയും വിടാൻ പറ്റത്തില്ലല്ലോ. ഖബറിങ്കൽ വന്ന് പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിച്ചു. പള്ളിയിൽ നിന്ന് നേരെ പള്ളിയുടെ ഓഫീസിലേക്കാണ് പിന്നെ വന്നത്. ഓഫീസിൽ അല്പസമയം കഴിഞ്ഞിട്ട് നേരെ അവിടുന്ന് സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അതേ വഴി തന്നെയാണ് അദ്ദേഹം തിരിച്ചു ഇറങ്ങിപ്പോരുന്നത്. അതിവിടെയെല്ലാം അത്രയ്ക്കും സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. അദ്ദേഹം വന്നപ്പം മുതൽ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരടക്കം പെടാപ്പാട് പെടുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒപ്പം ആൾക്കാർക്ക് അങ്ങോട്ട് ഇടിച്ച് കയറുകയാണ്. പള്ളിയുടെ ഇവിടുത്തെ ഓഫീസിൻ്റെ അവിടുത്തെ ഗ്ലാസ് വരെ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ആൾക്കാരെ നിയന്ത്രിക്കാൻ അവർ ഒരുപാട് പാടുപെടുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാര്യ മറിയാമ്മ ഉമ്മനും ഇതൊക്കെ തൊട്ട് പുറകെ വരുന്നുണ്ട്. അവരൊക്കെ അങ്ങോട്ട് കടന്നു വരാൻ തന്നെ പാടുപെടുന്ന ഒരു കാഴ്ചയാണ്. അത്രയ്ക്കും തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. പെട്ടെന്ന് കനത്ത മഴയുണ്ടായി. ആ മഴയത്ത് പോലും ആൾക്കാർ ഓഡിറ്റോറിയം നിറഞ്ഞ് 10,000 സീറ്റാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ഇരട്ടി ആൾക്കാർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇത് ഓഡിറ്റോറിയം നിറഞ്ഞ് അതിന് വെളിയിലും എല്ലാ ആൾക്കാരും നിൽക്കുകയായിരുന്നു. അതുപോലെ എല്ലായിടത്തും നിന്ന് പരിപാടികൾ കാണാൻ വേണ്ടി ഡിജിറ്റൽ സ്ക്രീനുകളൊക്കെ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് സ്ക്രീനുകൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെയെല്ലാം നിന്ന് ആൾക്കാർ കാണുകയാണ്. ഇവിടെ നിന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദൂത് കണ്ടില്ല, നിങ്ങൾക്ക് കാണാം, അത്രയ്ക്കും തിരക്കാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ഒരു ആംബുലൻസ് ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. വെളിയിലെ സ്ക്രീനുകളിലെല്ലാം അവിടെയെല്ലാം നല്ല തിരക്കാണ്. അതുകൂടാതെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫോട്ടോയും അതുപോലെ മാലകളും ഒക്കെ വിൽപ്പനക്കാരും പള്ളിയുടെ പരിസരത്ത് നമ്മുടെ ഈ ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാളിലൊക്കെ വരുന്നെന്ന് പറഞ്ഞ പോലെ അവരും വന്നിട്ടുണ്ട്. അവരുടെ ഇരിക്കാനൊക്കെ ധാരാളം ആൾക്കാർ ഇത് വന്ന് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ ഉണ്ട്.
അതിൻ്റെ അകത്തൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ പരിസരത്ത് വന്നിരിക്കുന്ന ആൾക്കാർ മുഴുവൻ പുതുപ്പള്ളിക്കാർ തന്നെയല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് രാവിലെ തൊട്ട് സന്ധ്യ വരെ പള്ളിയിലേക്ക് ഒഴുകിയത്. ഒരുപാട് സാധാരണക്കാരാണ് അവിടെ ആ കല്ലറയിൽ ഉമ്മൻചാണ്ടിയുടെ ഈ ചടങ്ങിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഒരുപാട് അദ്ദേഹം സഹായം ചെയ്തത് മുഴുവൻ സാധാരണക്കാർക്കാണ്. ഇനി ഈ ഭൂമിയിൽ ഇതുപോലെ ഒരു നേതാവ് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം അത്രയ്ക്കും അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു നേതാവാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ജനങ്ങളുമായിട്ട് അകന്നു പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആ സമയത്താണ് അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചത്. അതുപോലെ പുതുപ്പള്ളിയിലൊക്കെ ആണെങ്കിലും പല ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു സെക്യൂരിറ്റി പോലും ഇല്ല. നിങ്ങൾക്കറിയാം, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇതുപോലെ ആരെങ്കിലും ഇപ്പം ഏറ്റവും ആഡംബര കാറിൽ നിന്ന് വരുന്നത് ഇറങ്ങാൻ തന്നെ പാടാം. അത്രയ്ക്കും സുഖിമന്മാരാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ. ജനങ്ങളെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാത്ത പല സന്ദർഭങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ അസുഖം വരാൻ കാരണം തന്നെ ഈ ഇതുപോലെയുള്ള ജനക്കൂട്ടങ്ങൾക്കിടയിലായിട്ട് രാപകലില്ലാതെ പച്ചവെള്ളം പോലും കുടിക്കാതെ ആഹാരം പോലും കഴിക്കാതെ അദ്ദേഹം ഇത് ഈ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഈ അസുഖം തന്നെ വന്നെന്ന് എനിക്കറിയാം. കാരണം പല സ്ഥലത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട സമയത്ത് അദ്ദേഹമൊക്കെ ആയിട്ട് ഓട്ടം പോയിട്ട് ഒരു വക അന്നത്തെ ദിവസം കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ തിരക്കാണ് എവിടെ ചെന്നാലും. ഞാൻ വണ്ടിക്കാർ പുതുപ്പള്ളിലൊക്കെ നേരത്തെ ടാക്സിക്കാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓട്ടം പോകുമെന്ന് ചോദിച്ചാൽ പോകത്തില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇതായിട്ടല്ല, ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ല ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ. കാരണം അതുപോലെ തിരക്കാണ് അദ്ദേഹത്തിന്. ഇപ്പം രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിൽ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ പള്ളിയുടെ മുൻവശത്തും അതുപോലെ തന്നെ ജനങ്ങൾ ഇത് കാണാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതുപോലെ 2 വർഷം മുമ്പ് പുതുപ്പള്ളി പള്ളിയുടെ കവാടത്തിൽ ഒരു കാഴ്ചയും കൂടെ ഉണ്ടായി. അതും കൂടെ നമുക്കൊന്ന് കാണാം. ഈ ഒരു ദിവസം പുതുപ്പള്ളിക്കാർ ഒരിക്കലും മറക്കത്തുമില്ല. കാരണം പുതുപ്പള്ളിക്കാർ ഇതിൻ്റെ ഓർക്കാൻ പോലും പറ്റാത്ത ഒരു ദിവസമായിട്ടാണ് ഈ ഒരു ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണത്തിൻ്റെ അന്നേരം തൊട്ടുള്ള കാര്യങ്ങൾ പുതുപ്പള്ളിക്കാർക്ക്. മണലെടുത്തെറിഞ്ഞാൽ താഴെ വീഴത്തിൽ അത്രയ്ക്കും ജനങ്ങളാണ് അന്ന് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയത്. ഞങ്ങളെല്ലാരും ഇവിടെ നിങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇവിടുന്ന് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രതിപക്ഷ നേതാവ് PD സതീശനുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു വാർത്താ സമ്മേളനം കൂടെ നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തൊരു കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ചതിനെ പറ്റി അദ്ദേഹം ഇവിടെ രൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറ് മന്ത്രിയായിരുന്ന സമയത്ത് ശ്രുതി തരംഗമെന്നും പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പിന്നീട് നിന്നുപോയി. അത് വീണ്ടും ഇന്ന് അതിൻ്റെ വീണ്ടും തുടക്കമായിരുന്നു. KPCCയുടെ നേതൃത്വത്തിൽ ആ പദ്ധതി വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളെല്ലാം ഇവിടെ നടന്നായിരുന്നു. അപ്പോൾ അത് ദുബായ് ഇൻഹാസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഡോക്ടർ സാഹിറ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിയാണ് ഇതിനു വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലേക്ക് അവിടെ വന്നപ്പോഴത്തേന് MLA ചാണ്ടി ഉമ്മനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേന് അവിടെ നിന്നുകൊണ്ട് പുള്ളിക്കാരത്തി എന്നൊരു കാര്യം അവിടെ നിന്ന് പറയുന്നതെല്ലാം ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞു, ഇത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ചാനലുകാരെ വേണമെന്ന് പറഞ്ഞു. അവിടെ 100 കണക്കിന് ചാനലുകാരെ വന്നത്. പക്ഷേ കുറച്ച് ആൾക്കാരെല്ലാം അന്നേരം അവിടെ നിന്ന് പോയായിരുന്നു. അന്നേരം നമ്മുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം മുൻ പ്രസിഡൻ്റായിട്ടിരുന്ന തോമസ് ചെറിയാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ച്
വിളിച്ചു പറഞ്ഞു പുതുപ്പള്ളിത്തൂടെ എന്തെയും ചോദിച്ചു. അപ്പം എനിക്കൊരു വീഡിയോ തരണമെന്നല്ല, അത് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യം ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് അവർ ഏതെങ്കിലും ഒരു ചാനലുകാരെ കിട്ടിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ തന്നെ തോമസ് ചെറിയാൻ അന്നേരം അവിടെ നിന്നുകൊണ്ട് പുതുപ്പള്ളിത്തൂടെ എന്തെന്ന് വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് ഞാൻ അരികെ ചെന്നപ്പോൾ തന്നെ സാഹിറ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി എന്നോട് ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരുങ്ങിയപ്പോഴത്തേന് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞ് പുതുപ്പള്ളിത്തൂടേക്ക് കൊടുക്കണ്ട, അത് നമ്മുടെ ഒരു ആളുണ്ട് സുധീഷൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന സുധീഷിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി നിന്ന്, കാരണം ഇതൊരു ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ട ഒരു നല്ല കാര്യമാണ്. അത് സുധീഷ് എന്ന് പറയുന്ന സുധീഷ് ഒരു ചാനലല്ല. സുധീഷ് പുള്ളിയുടെ കൂട്ടത്തിൽ നടന്ന് ഫോട്ടോ എടുക്കുന്ന ഒരാളാണ്, ചാണ്ടിയമ്മൻ്റെ വീഡിയോ മാത്രം എടുക്കുന്ന ഒരാളാണ്. അപ്പോഴത്തേന് അത് പറഞ്ഞു കേട്ടപ്പോഴത്തേന് അതൊരു നല്ല കാര്യമല്ലേ, അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തേണ്ടതെന്നുള്ളൊരു ബോധം ആ പേഴ്സണൽ സ്റ്റാഫിന് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ചാണ്ടിയമ്മനെ സംബന്ധിച്ച് ചാണ്ടിയമ്മൻ്റെ കൂടെ നടക്കുന്ന ഇപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരൊന്നും ഔദ്യോഗികമായ പേഴ്സണൽ സ്റ്റാഫുകളൊന്നും അല്ല. പുതുപ്പള്ളിയെ പറ്റി ABCD അറിയാൻ മേലാത്ത കുറേ പേഴ്സണൽ സ്റ്റാഫാണ് അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നത്. അതാണ് പുള്ളിയുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം പേഴ്സണൽ സ്റ്റാഫായിരുന്നു. ചാണ്ടിയമ്മനും ഇത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്.